സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 53 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചില ഓഡ് നമ്പേഴ്സിനെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് രണ്ട് തരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ദ നമ്പർ 15, 21 and 35 can be written as a product of two factors. അതായത് ഈ നമ്പേഴ്സിനൊക്കെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രൊഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ, അതായത് രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം 15 നമുക്ക് ഇതിൻ്റെ ഫാക്ടർ ഏതൊക്കെ വരും? 1 വരും. 1 ഇൻറ്റു 15 ചെയ്താൽ 15 ആണ്. പിന്നെ 5 ഇൻറ്റു 3 ചെയ്താലും എന്താണ്? 15 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 1 ഇൻറ്റു 15 എഴുതാം, പിന്നെ 5 ഇൻറ്റു 3 എഴുതാം. ഇനി അടുത്തതിൽ 21 ആണ്. 21 എന്ന് പറഞ്ഞ നമ്പർ 1 ഇൻറ്റു 21 ചെയ്താലും പിന്നെ 7 ഇൻറ്റു 3 ചെയ്താലും നമുക്ക് എന്താണ്? 21 ആണ് അല്ലേ. അപ്പോൾ 4 ഫാക്ടർ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ 1 ഇൻറ്റു 21 പിന്നെ 7 ഇൻറ്റു 3. അടുത്തത് 35 ആണ്. 35നെ 1 ഇൻറ്റു 35 ആണ്, പിന്നെ 7 ഇൻറ്റു 5. അപ്പോഴും 4 ഫാക്ടർ ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് 1 ഇൻറ്റു 35 പിന്നെ 7 ഇൻറ്റു 5. നമുക്കിതിനെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രോഡക്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 more numbers of this type which can be written as a difference of two perfect squares in two different ways. ഇതുപോലെ എഴുതാനാണ് വേറെ നമ്പേഴ്സ് എടുത്തിട്ട് കേട്ടോ. ഒന്നോ അത് രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് എടുത്തിട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് രണ്ട് തരത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 15 കഴിഞ്ഞാൽ 16 ഉണ്ട്. ഈ 16 എന്ന് പറഞ്ഞ നമ്പർ ഈവൻ ആണ്. 17 എന്ന് പറഞ്ഞ നമ്പർ പ്രൈം നമ്പറാണ്. അതായത് 1 ഇൻറ്റു 17 മാത്രം ചെയ്താലാണ് 17 കിട്ടുക. 18 എന്ന് പറഞ്ഞാലും എന്താണ്? അതൊരു ഈവൻ നമ്പറാണ്. 19 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 19, അതായത് 2 ഫാക്ടറേ കിട്ടുള്ളൂ. അപ്പോൾ അത് പറ്റില്ല. ഇതും പ്രൈം നമ്പറാണ് അല്ലേ. പിന്നെ 20 ഈവൻ നമ്പർ. 21 നമ്മൾ ചെയ്തത്. 22 ഈവൻ നമ്പർ. 23 അതും പ്രൈം നമ്പറാണ്. 1 ഇൻറ്റു 23 ചെയ്താൽ മാത്രമേ കിട്ടൂ. അങ്ങനത്തെ നമ്പേഴ്സിനൊക്കെ എന്താ പറയുക? പ്രൈം നമ്പറാണ്. പിന്നെ 24 ഈവൻ നമ്പറാണ്. അത് പറ്റില്ല. ഇവിടെ ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ. 24 പിന്നെ 4 ഫാക്ടർ കിട്ടണം. 24, 25 നോക്കാം. അതായത് 1 ഇൻറ്റു 25 ആണ്. പിന്നെ 5 ഇൻറ്റു 5 25 ആണ്. നമുക്കിവിടെ 1 കിട്ടും, 25 കിട്ടും, 5 കിട്ടും. പക്ഷെ 4 ഫാക്ടർ കിട്ടൂല. അപ്പോൾ അത് പറ്റില്ല. 26 ഈവൻ നമ്പർ. 27 നോക്കാം. 27 എന്നുള്ള നമ്പർ 27നെ എടുക്കുകയാണെങ്കിൽ 1 ഇൻറ്റു 27 ആണ്. പിന്നെ 9 ഇൻറ്റു 3യും എന്താണ്? 27 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 ഇൻറ്റു 27 പിന്നെ 9 ഇൻറ്റു 3. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ചെയ്യാൻ എക്സ് ഇൻറ്റു വൈ അല്ലേ. രണ്ട് നമ്പറിനെ ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് പഠിച്ചത്. അതായത് ആ നമ്പറിനെ കൂട്ടിയിട്ട് ബൈ 2 ചെയ്ത് അതിൻ്റെ സ്ക്വയർ എടുക്കുക. പിന്നെ ആ നമ്പറിനെ കൂട്ടി കുറച്ചിട്ട് അതിൻ്റെ ബൈ 2 ചെയ്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് അവ തമ്മിൽ കുറക്കുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് 27 എന്നുള്ള നമ്പറിനെ 1 ഇൻറ്റു 27 എഴുതാം അല്ലേ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെങ്കിൽ 27 ഇൻറ്റു 1 എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഗുണനഫലം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 27 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് 27 മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. 27 പ്ലസ്
128/2 ഹോൾ സ്ക്വയർ മൈനസ് 26/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 28 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1, അതായത് 14 സ്ക്വയർ മൈനസ് 26ൻ്റെ പകുതി എന്ന് പറഞ്ഞത് 13 സ്ക്വയർ. അപ്പോൾ നമ്മൾ 14 സ്ക്വയർ മൈനസ് എന്താണ് 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയറിന് എഴുതി. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഒരു തരത്തിൽ എഴുതി, ഇനി 2 തരത്തിൽ എഴുതണം ഒരു നമ്പറിനെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് 27 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3. ഇതിന് നമുക്ക് 9 + 3/2 ഹോൾ സ്ക്വയർ മൈനസ് 9 - 3/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 9 + 3 എന്ന് പറയുമ്പോൾ 12/2 ഹോൾ സ്ക്വയർ മൈനസ് 9 - 3 6/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അല്ലേ. അപ്പോൾ അടുത്ത തരത്തിൽ നമ്മൾ എഴുതി 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ 2 തരത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ അടുത്ത നമ്പേഴ്സിന് കണ്ടുപിടിച്ച് എഴുതണം. ഇനി അടുത്തത് 27 നമ്മൾ 2 തരത്തിൽ എഴുതി. ഇനി 28 ഈവൻ നമ്പറാണ് അല്ലേ. 28 ഒരു ഈവൻ നമ്പർ, 29 പ്രൈം നമ്പർ, 30 ഈവൻ ആണ്, 31 പ്രൈം നമ്പറാണ്, 32 ഈവൻ, 33 എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ 33. ഇത് 2ൻ്റെ ആൻസറിൻ്റെ ബാക്കിയാണ് ഇതിൻ്റെ ബാക്കി. അപ്പോൾ ഇവിടെ നമുക്കിവിടെ 33 കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഈവനോ പ്രൈമോ ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ 33ക്ക് 1 × 33 എഴുതാം, പിന്നെ 11 × 3 എഴുതാം അല്ലേ. ഇത് 4 ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 33 × 1 പിന്നെ 11 × 3. അപ്പോൾ 33 എന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്ക് ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. 33 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 33 - 1 -1/2 ഹോൾ സ്ക്വയർ ആണ്. ഇനി അപ്പോൾ 33 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് 32 - 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 31 + 1 34/2 ഹോൾ സ്ക്വയർ മൈനസ് 33 - 1 32/2 ഹോൾ സ്ക്വയർ. 34/2 17 സ്ക്വയർ മൈനസ് 32/2 16 ആണ്, 16 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ എഴുതി കേട്ടോ. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഇതിലും ഇതിന് എഴുതി കൊടുക്കുക. അപ്പോൾ 33 എന്ന് പറഞ്ഞാൽ 11 × 3 ആണ്. അപ്പോൾ 11 + 3/2 ഹോൾ സ്ക്വയർ മൈനസ് ഇതിന് മൈനസ് വെക്കുക, /2 ചെയ്യുക, ഹോൾ സ്ക്വയർ എടുക്കുക. ഇനി തമ്മിൽ 40/2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഇതിന് കുറക്കുക. അപ്പോൾ 8/2 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 40യുടെ പകുതി 7 സ്ക്വയർ മൈനസ് ഇവിടെ 4 സ്ക്വയർ. അപ്പോൾ നമ്മൾ 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 2 ലൈൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2ൻ്റെ ആൻസറായിട്ട് ഇവിടെ എന്ത് കിട്ടും? ഞാൻ ഇത് വായിച്ചിട്ട് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, ആ 2 ലൈൻസ്. അപ്പോൾ നമുക്ക് 27 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെ എഴുതാൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 27 എന്നുള്ള നമ്പറിന് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? 14 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ
സമം പിന്നെ കിട്ടിയത് 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയറിന് കിട്ടി. ഇനി അടുത്ത നമ്പർ നമ്മൾ 33 ആണ് ചെയ്തത് കിട്ടിയത്. അപ്പോൾ 33നെ ആദ്യം നമുക്ക് കണ്ടുപിടിച്ചത് 17 സ്ക്വയർ മൈനസ് 16 സ്ക്വയർ സമം പിന്നെ കിട്ടിയത് 7 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മൾ 2 ലൈൻസ് അല്ലെങ്കിൽ ഫൈൻഡ് 2 മോർ നമ്പേഴ്സ്, രണ്ടോ അതിൽ കൂടുതൽ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2 നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2ൻ്റെ ആൻസർ ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ട് ആൻസർ വരെ ഇതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ജനറൽ റിസൾട്ട് ക്യാൻ വി ഫോം ദിസ്? ഇതിൽ നിന്ന് കിട്ടുന്ന ജനറൽ റിസൾട്ട് എന്താണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓഡ് നമ്പേഴ്സ്, ഇതൊക്കെ ഓഡ് നമ്പറാണ് അല്ലേ. ഈ ഓഡ് നമ്പറിനൊക്കെ എന്താണ് നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്? അതായത് 2 ജോഡി 2 പെയേഴ്സ് എന്ത് വേണം, ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 2 പെയേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് 4 ഫാക്ടർ കിട്ടണം, എന്നിട്ട് നമുക്കതിന് 2 പെയർ ആക്കണം. അങ്ങനത്തേന് മാത്രമാണ് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുക കേട്ടോ ഓഡ് നമ്പേഴ്സിൽ. അപ്പോൾ 2 ഫാക്ടേഴ്സ് വരുന്ന എല്ലാ ഓഡ് നമ്പേഴ്സിന് നമുക്ക് ഇതുപോലെ, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 2 തരത്തിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ജനറൽ റിസൾട്ട്, ഓൾ ഓഡ് നമ്പേഴ്സ് ഹാവിങ് 2 pairs of factors can be written as the difference of 2 perfect squares in 2 different ways. എല്ലാ ഓഡ് നമ്പേഴ്സിനും നമുക്ക് 4 അല്ലെങ്കിൽ 2 പെയർ ഓഫ് ഫാക്ടേഴ്സ് വരുന്ന എല്ലാ ഓഡ് നമ്പേഴ്സിനും നമുക്ക് ഇതുപോലെ 2 തരത്തിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും.